ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ അവർകൾ ഒരു പ്രസംഗത്തിൽ, നീണ്ട ഒരു പ്രസംഗത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിൻ്റെ സാമൂഹ്യാവസ്ഥ, സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം നേരത്തെ പ്ലാനിംഗ് ബോർഡ് അംഗവുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അക്കാഡമിക് ലോകത്ത് ജീവിച്ച ഒരാളെന്നുള്ള നിലയിൽ, 5 വർഷക്കാലം അക്കാഡമിക് ലോകത്ത് ജീവിച്ച ആളെന്നുള്ള നിലയിൽ, പ്ലാനിംഗ് ബോർഡാകുമ്പോൾ ഒരു അക്കാഡമിക് ലോകം കൂടെ ആണല്ലോ, ധാരാളം കാര്യങ്ങൾ പഠിക്കുന്ന ആളാണ്. പിന്നെ UDF ഒരു ബുദ്ധിജീവി പ്രഭാവത്തിൽ നിൽക്കുന്ന വ്യക്തിയുമാണ്. ഇടതുപക്ഷക്കാരനുമാണ്. എപ്പോഴും പറയും ഞാൻ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണല്ലോ, മാർക്സിയൻ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആളാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രയോഗത്തിൽ നെല്ലും പതിരും തിരിച്ചാൽ, കല്ലും മുള്ളും തിരിച്ചാൽ അത് തിരിക്കണം. ഒന്ന്, അദ്ദേഹം പഴയതുപോലെ കാഷ്വൽ ടോക്കുകൾ ഇനി പറയാതിരിക്കണം. മന്ത്രിമാരെല്ലാം എഴുതി വായിക്കലാണ് പ്രധാന. അത് ഔദ്യോഗിക പരിപാടിക്കെല്ലാം മിക്കവാറും എഴുതി വായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് സ്ഥിരമായി പറഞ്ഞ് രാഷ്ട്രീയ മേൽവഴക്കമുള്ളത് എഴുതി വായിക്കുന്നത് അങ്ങോട്ട് വച്ചിട്ട് അല്ലാതെയും പറയും. സ്വകാര്യ പരിപാടിയിലാകുമ്പോൾ എഴുതി വായിപ്പില്ല, അല്ലാതെ പറയും. അപ്പോൾ വരുന്നതാണ് പറയുന്നത്. ഒരു തയ്യാറെടുപ്പോടുകൂടി അവിടെ ഇരുന്ന് ആലോചിക്കും, എന്ത് പറയണം ഇവിടെ എന്നൊക്കെ ആലോചിക്കും. അല്ലെ വണ്ടി പോകുമ്പോൾ ആലോചിക്കും അവിടെ പോയിട്ട് എന്താ പറയേണ്ടത്. അല്ലെ സംഘാടകർ വരുമ്പോൾ അവരോട് ചോദിക്കാം ഞാൻ എന്താ അവിടെ പറയുന്നത്. ഇങ്ങനെ ഒരു ചെറിയ ഹോംവർക്ക് മാത്രം ബ്രെയിനിൽ നടത്തിയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് ഫ്രീ ആയതുകൊണ്ട് ആളുകൾ തള്ളിക്കയറുന്നു. അതിൽ ആ തള്ളിക്കയറുന്നു എന്നുള്ള വാക്ക് ഒരു മന്ത്രിയുടെ പറയുമ്പോൾ ഒരു ആക്ഷേപമായിട്ട് അത് ചിത്രീകരിക്കും. അങ്ങനെയാണ് ഇത്രയും വലിയ തർക്കമായത്. ധാരാളം സ്ത്രീകൾ സൗജന്യമായതുകൊണ്ട് ഇതിൽ ധാരാളം സ്ത്രീകൾ പങ്കെടുക്കുന്നു. സ്റ്റേറ്റ്മെൻ്റ് ആയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. തള്ളിക്കയറുന്നു എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ പ്രശ്നമായി, അത് വഷളായി. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിലും ചെറിയൊരു പ്രശ്നമുണ്ട്. കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ അച്ഛനും അമ്മയും ഒരുപാട് പൈസ മുടക്കുന്നു. സ്വകാര്യ സ്കൂളിൽ പഠിപ്പിക്കാൻ, ഗവൺമെൻറ് സ്കൂളിൽ അയക്കാതെ സ്വകാര്യ സ്കൂളിൽ അയക്കാൻ പൈസ മുടക്കുന്നു. അത് മുടക്കും. അത് മിനിസ്റ്റർ മനസ്സിലാക്കേണ്ടത്, അച്ഛൻ ഭക്ഷണം കഴിക്കാതെ അമ്മ ഭക്ഷണം കഴിക്കാതെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടതുപോലെ മക്കൾ കഷ്ടപ്പെടാതിരിക്കാൻ നല്ല വിദ്യാഭ്യാസം കൊടുക്കും. അതൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്, ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ് അച്ഛനമ്മമാരുടെ. തനിക്കേ പഠിക്കാൻ പറ്റിയില്ല, എല്ലാ അച്ഛനമ്മമാരുടെയും ഒരു ആഗ്രഹമാണ്. തനിക്കേ ഇംഗ്ലീഷ് മീഡിയത്തിലോ അല്ലെങ്കിൽ ടൈ കെട്ടിയ സ്കൂളിലോ അല്ലെങ്കിൽ വലിയ കോട്ടും സൂട്ടും ഇട്ട സ്കൂളിലോ അല്ലെങ്കിൽ കാറിൽ കയറി പോകുന്ന സ്കൂളിൽ, ബസ്സിൽ പോകുന്ന സ്കൂളിലോ ഒന്നും എനിക്കേ പഠിക്കാൻ പറ്റിയില്ല. എൻ്റെ മക്കളെങ്കിലും പഠിക്കട്ടെ, ഒരു അഭിമാനമല്ലേ. 4 ആൾ അവിടുത്തെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രമാണിമാരെ മക്കളെല്ലാം സ്വകാര്യ സ്കൂളിൽ പഠിക്കുമ്പം ഞാനൊരു കർഷക തൊഴിലാളിയാണെങ്കിലും ആട്ടോ തൊഴിലാളിയാണെങ്കിലും ഞാൻ ദാരിദ്ര്യ കിടക്കാണെങ്കിലും എൻ്റെ മക്കളെ ഞാനിതാ അഭിമാനപൂർവ്വം വളർത്തുന്നടാ, കണ്ടോടാ എന്ന് 4 ആളിനോട് പറയാൻ വേണ്ടി പട്ടിണി കിടന്നിട്ടായാലും മക്കളെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കും. ബോട്ടിൽ മാത്രം ജീവനക്കാരനായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ അച്ഛൻ അബ്ദുൽ കലാമിനെ പഠിപ്പിച്ചില്ലേ? എന്തോരം ത്യാഗം സഹിച്ചാണോ അദ്ദേഹം. എത്ര ദിവസം പട്ടിണി കിടന്ന് കാണും, എത്ര സർക്കാർ ആശുപത്രിയിൽ പോയി കിടന്ന് കാണും. സ്വകാര്യത്തിൽ പോകാൻ പൈസയില്ല. അതൊരു അദ്ദേഹത്തിന് സാറിൻ്റെ മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു ഇവാലുവേഷൻ ശരിയായില്ല. രണ്ടാമത്തെ എൻ്റെ ഒരു നിരീക്ഷണമാണ്. മൂന്നാമത്, സർക്കാർ ആശുപത്രി പോകുന്നു സ്വകാര്യ ആശുപത്രി പോകുന്നതായിട്ട് വ്യത്യാസം. ഞാൻ സർക്കാർ ആശുപത്രി പോകുന്ന ആളാണ്. മെഡിക്കൽ കോളേജിലും ജനറൽ ഹോസ്പിറ്റലിലും ബെറൽ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന ആൾ. കാരണം വലിയ പൈസയാണ് സ്വകാര്യ ആശുപത്രി പോയാൽ. ഒരു നിവൃത്തി ഇല്ലെങ്കിലേ പോകുള്ളൂ സ്വകാര്യ ആശുപത്രിയിൽ. കൂടുതലും മെഡിക്കൽ കോളേജിലാണ് പോകുന്നത്, അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മുതൽ ജില്ലാ ഹോസ്പിറ്റൽ വരെയുള്ള സ്ഥലത്താണ് കൂടുതലും പോകുന്നത്. ഡെൻ്റൽ ഹോസ്പിറ്റലിൽ പോകും, ഐ ഹോസ്പിറ്റലിൽ പോകും. നമ്മളെ അങ്ങനെ വലിയ പണമുണ്ടോ? നമ്മളൊക്കെ സാധാരണ ആളുകളല്ലേ. വലിയ പണമാണ് ആവുന്നത് സ്വകാര്യ ഹോസ്പിറ്റൽ. അതുകൊണ്ട് കൂടിയാണ് പാവങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല, വെളിയിൽ കിടന്നാലും കുഴപ്പമില്ല, തിണ്ണേ കിടന്നാലും കുഴപ്പമില്ല, മരുന്ന് വാങ്ങാനും ഇത്രയും പൈസ ആവും, ആശുപത്രി കൊടുക്കാനും വലിയ പൈസ ആവും. 1000 രൂപ 2000 രൂപ 3000 രൂപയൊക്കെയാണ് ഒരു പനിക്ക് ആവുന്നതേ. അവിടെ ചെല്ലുമ്പോൾ എക്സ്റേ എടുക്കുക, അതെടുക്കുക, ഇതെടുക്കുക, ലാബ് ടെസ്റ്റായി, കുറേ പരിപാടികളായി. അതുകൊണ്ട് കോസ്റ്റ് കൂടുതലായതുകൊണ്ടും തനിക്ക് ത്യാഗം എടുക്കണമെന്നുള്ളത് കൊണ്ടും മക്കൾക്ക് വേണ്ടി പൈസ സേവ് ചെയ്യണമെന്നുള്ളതുകൊണ്ടൊക്കെയുള്ള പല ബഹുമുഖ കാര്യങ്ങൾ കൊണ്ടുകൊണ്ടാണ് പോകുന്നത്. അതും ആ 2 കാര്യത്തെയും വിലയിരുത്തിയത് ഒരു ചെറിയ ഒരു കാഷ്വൽ വിലയിരുത്തലായിപ്പോയി, ഒരു സയൻറ്റിഫിക് വിലയിരുത്തലല്ല. ഒന്ന്, തള്ളിക്കയറും എന്നുള്ള പദം പറയണ്ടായിരുന്നു. ധാരാളം സ്ത്രീകൾ കൂടിയിട്ടുണ്ട്, അത് സ്റ്റേറ്റ്മെൻ്റ് ആക്കാമായിരുന്നു. സൗജന്യമായതുകൊണ്ട് പ്രിയദർശിനി വാഹനത്തിൽ സ്ത്രീകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും കൈയടിക്കും. പോസിറ്റീവാണ്, കേൾക്കണവർക്ക് അത് കാര്യം മനസ്സിലാവുകയും ചെയ്യും.
രണ്ടാമത് സ്കൂളിൽ അയക്കുന്നത് ഞാൻ ഈ പറഞ്ഞ മനഃശാസ്ത്രമാണ് സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം. ഞാൻ സമൂഹവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾ, സർവേക്കൊക്കെ ധാരാളം പോയിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കക്കൂസ് വയ്ക്കാൻ, ലാട്രിൻ വയ്ക്കാൻ സ്കീമിൽ പൈസ കൊടുക്കും. വീട്ടുകാരെന്ത് ചെയ്യുമെന്നറിയാവോ? ആ പൈസയും കൂടെ എടുത്ത് ടി വി മേടിക്കും. എന്നിട്ട് കക്കൂസ് വീണ്ടും പഴയതുപോലെ ഓപ്പൺ എയർ തന്നെ. വീട് വയ്ക്കാൻ ലോൺ എടുക്കും, മോളെ കെട്ടിച്ചയക്കും. വീട് വയ്ക്കാൻ ലോൺ എടുക്കും, മറ്റേ കാറ് വാങ്ങിക്കും. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മനഃശാസ്ത്രമാണ്, സോഷ്യൽ ലൈഫിൻ്റെ മനഃശാസ്ത്രമാണത്. അതായത് മനുഷ്യർ സാമൂഹ്യ ജീവികളാകുമ്പോൾ മറ്റുള്ളവരുമായി കോപ്പപ്പ് ചെയ്ത് തൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയർത്തണമെന്നും തനിക്ക് കിട്ടാത്ത ലിവിങ് സ്റ്റാൻഡേർഡ് തൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്നും ഒക്കെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോംപ്ലക്സിറ്റിയാണ്, ഒരു സങ്കീർണതയാണ്. അത് ജോൺ സാർ ഒന്ന് പഠിക്കണമായിരുന്നു, മിനിസ്റ്റർ ഒന്ന് പഠിക്കണമായിരുന്നു. ഇനിയും സമയമുണ്ട്, പഠിക്കാം. മൂന്നാമത് ഹോസ്പിറ്റലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. വലിയ തുക ആവും എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് കഷ്ടപ്പെട്ടാലും മെഡിക്കൽ കോളേജിൽ പോയി ക്യൂ നിൽക്കുന്നത്. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി ക്യൂ നിൽക്കത്തില്ല. ഞാനൊക്കെ എത്ര മണിക്കൂറാണ് പോയത് ക്യൂ നിൽക്കേണ്ടി വരുന്നത്? കാരണം നമുക്ക് അങ്ങനെ അവിടെ ആളില്ലല്ലോ. പക്ഷെ നമ്മൾ പോയി നിൽക്കും. അച്ഛനെ സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ വലിയ പൈസയാവും. അപ്പം അതുകൊണ്ട് ഈ 3 സ്റ്റേറ്റ്മെൻറ്റും അവതരിപ്പിച്ച രീതി ശരിയായില്ല. ഒരു സ്ത്രീ വിരുദ്ധ അല്ലെങ്കിൽ ഒരു സ്ത്രീകളോട് ഒരു മോശം പറഞ്ഞതുപോലെ തോന്നി ആളുകൾക്ക്. പെട്ടെന്ന് തള്ളിക്കറിഞ്ഞ് വന്നാടാ എന്ന് ചോദിക്കുന്നത്, അല്ലെ തള്ളിക്കറി വന്നിരിക്കണം എന്ന് പറയുന്നതും, നീ വന്നല്ലോ എന്ന് പറയുന്നതും, ഇവിടെ വന്നോ വന്നല്ലോ എന്ന് പറയുന്നതുമായിട്ടൊരു ചെറിയ പ്രശ്നമുണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഈ സംസാരിക്കുമ്പോൾ സമൂഹം എപ്പോഴും നിങ്ങളെ നോക്കുകയാണ്. അതാണ് പ്രശ്നം. നിങ്ങളുടെ വസ്ത്രധാരണം, നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കണ്ടേ പിന്നെ വസ്ത്രം. പക്ഷേ ഇതെല്ലാം സോഷ്യൽ ഓഡിറ്റ് ഉണ്ട്. ഒരു തേർഡ് ഐ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോളൂ. ഒരു മൂന്നാം കണ്ണ് സമൂഹത്തിനുണ്ട്. സോഷ്യൽ മീഡിയ കൂടെ ഉള്ളത് കൊണ്ട് അതിന് ഡേറ്റയും കിട്ടും, ആളുകൾക്ക് ഫോട്ടോ കിട്ടും, ഡേറ്റ കിട്ടും, എല്ലാം കിട്ടും. സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ അങ്ങനെ കിട്ടാനില്ല. പണ്ടൊരു ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഇതാരും അറിയത്തുമില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നു, എല്ലാം ഒറ്റ ക്ലിക്കിൽ കിട്ടും. രഹസ്യമായിട്ട് വരെ ക്യാമറ വെച്ച് വരെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം, പിന്നെ എന്തുവേണോ സൃഷ്ടിക്കാം. അങ്ങനെയൊക്കെയുള്ള എഐയുടെ കാലത്ത് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ കമൻറ്റുകൾ പറയുമ്പോഴും ജാഗ്രതയോടുകൂടി കുറച്ച് ശ്രദ്ധിച്ച് പറഞ്ഞാൽ ഒരു തർക്കവും, കാരണം നല്ല മിനിസ്റ്റർമാരല്ലേ, നന്നായി ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കോപ്പുണ്ട്. കുഞ്ഞു കുഞ്ഞു വിവാദങ്ങളിൽപ്പെട്ട്, ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽപ്പെട്ട്, ചാനലുകളുമായിട്ടുള്ള തർക്കങ്ങളായി, പിന്നെ അവരെ ചാനലുകളുമായിട്ടൊരു വൈരാഗ്യമായി, അല്ലെങ്കിൽ അവരെ നോക്കി വെച്ചു, അവരിങ്ങോട്ട് നോക്കി വെച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വളരെ കൃത്യമായി മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ CP ജോൺ പറഞ്ഞതിൻ്റെ 3 ഭാഗങ്ങളാണ്. ഒന്ന്, തള്ളിക്കേറി വന്നു എന്നുള്ള പദം കുറച്ചൊരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് തോന്നും നമുക്ക്. അത് വേണ്ടായിരുന്നു. അതിന് പകരം കയറുന്നു എന്നുള്ള വേറൊരു ഭാഷയിൽ ഇത് പറയാമായിരുന്നു. അവതരിപ്പിക്കാം, വിഷയം അവതരിപ്പിക്കണമെന്ന് കുഴപ്പമില്ലല്ലോ. രണ്ടാമത്, സ്കൂളിൽ അയക്കുന്ന ഒരു കൺസെപ്റ്റ് ഇതാണ്. തനിക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം തങ്ങൾക്ക് കിട്ടാത്തത് മക്കൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഏത് അച്ഛനമ്മമാരും മക്കളെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യും. വസ്ത്രം എടുക്കുന്ന കാര്യത്തിൽ കീറിയ ബനിയൻ ഇട്ടുകൊണ്ട് മക്കൾക്ക് നല്ല വസ്ത്രം എടുത്ത് കൊടുക്കുന്ന എത്രയോ ആളുകളെ എനിക്കറിയാമായിരുന്നു. പൈസയില്ല, അത് കീറിയ പൊട്ടിയ ചെരുപ്പ് അച്ഛനും ഇട്ടുകൊണ്ട് മക്കൾക്ക് നല്ല ഷൂ വാങ്ങിച്ചു കൊടുക്കും. അതൊരു മനഃശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ്. അതൊരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ വിഷയമാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ സ്വന്തം അനുഭവം വെച്ച് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു സമൂഹത്തെ പഠിക്കുന്ന കാര്യങ്ങൾ, സമൂഹത്തെ വിലയിരുത്തുന്നതിൽ ഒക്കെ നമ്മൾ കുറേ കൂടി ജാഗ്രത പുലർത്തണം. സമൂഹം വിലയിരുത്താൻ അദ്ദേഹത്തിന് അറിയില്ലെന്നോ അദ്ദേഹം മണ്ടനാണെന്നുള്ള അർത്ഥത്തിലല്ലേ പറഞ്ഞു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഇൻ്റലക്ച്വലാണ്. പക്ഷേ വിലയിരുത്തുമ്പോൾ പറഞ്ഞത് ഒരു ചെറിയ അബദ്ധം അല്ലെങ്കിൽ ചെറിയ ഒരു കണക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഡിസ്കണക്ഷൻ വന്നു, അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ കെ മുരളീധരൻ ഈ കടലിൽ പോയാൽ കുറച്ച് താമസിച്ചേ വരുള്ളൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കാമായിരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുമ്പോൾ നിങ്ങളിപ്പോൾ എല്ലാവരെയും കൂടെ മന്ത്രിയാണ്. സകലവരുടെ, മരിച്ചവരുടെയും മരിക്കാൻ കിടക്കുന്നവരുടെയും ശത്രുവിൻ്റെ എല്ലാവരുടെയും കൂടെ മന്ത്രിയല്ലേ. അപ്പോൾ സമാധാനത്തിന് വേണ്ടി നമ്മളെടുത്ത ആളുകൾ വരുമ്പോൾ, കരച്ചിലിന് വേണ്ടി ആളുകൾ വരുമ്പോൾ, സങ്കടത്തിന് വേണ്ടി വരുമ്പോൾ, സങ്കടത്തിന് ഒരു സാന്ത്വനത്തിന് വേണ്ടി നമ്മളെടുത്ത് വരുമ്പോൾ അവരെ സാന്ത്വനിപ്പിക്കാം, സമാധാനിപ്പിക്കാം, സൈലൻസ് കാണിക്കാം. അപ്പോൾ സൈലൻസ് കാണിക്കുന്നതിന് നമ്മളെ കൂടെയാണെന്ന് തോന്നും. അല്ലെങ്കിൽ പറയുമ്പോൾ ഇയാൾ എന്താ പറയുന്നതെന്ന് ചോദിക്കുക. രാജാവിൻ്റെ അടുത്ത് വന്ന് പ്രജ പരാതി പറയുമ്പോൾ രാജാവ് തന്നെ തിരിച്ചൊരു പരാതി പറയുകയോ തിരിച്ചൊരു
വിശദീകരണം പറയുകയോ ഒരു എക്സ്പ്ലനേഷൻ പറയുകയോ ഒരു ക്രിറ്റിസിസം പറയുകയോ അല്ല രാജാവിൽ നിന്ന് പ്രജകൾ ആഗ്രഹിക്കുന്നത് സമാധാനമായി കേട്ടു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സമാധാനമായി ചെയ്യട്ടെ. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഇതിൽ ഒരു ശ്രദ്ധ തീർച്ചയായിട്ടും മിനിസ്റ്റർമാർ എടുക്കണം. അതൊരു അഭ്യർത്ഥന പോലെ ഞാൻ പറഞ്ഞതാണ്. ജോൺ സാറിൻ്റെ കാര്യത്തിൽ, CP ജോൺ സാറിൻ്റെ കാര്യത്തിൽ ഈ ഒരു അനാലിസിസ് നമ്മൾ വേണം. അത് മനസ്സിലാക്കിയിട്ട് വേണം സമൂഹവും ചാനലും ഒക്കെ ബഹളം ഉണ്ടാക്കാനും. അല്ലാതെ എന്താണ് കാള പറ്റുമെന്ന് അറിയുന്നവ കയറെടുക്കാനും എങ്ങനെ ഇവരെയൊക്കെ ട്രാപ്പിലിടാമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു മാധ്യമ പ്രവർത്തന ശൈലിയും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കാരണം നമുക്ക് അതിനേക്കാൾ വലിയ ഇഷ്യൂസ് ഉണ്ട് ഇവിടെ പ്രളയം, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ. സമൂഹം വളരെ കോംപ്ലക്സായി സങ്കീർണമായി പോവുകയാണ്. അവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്ത് ഒരുപാട് പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നിടയിൽ ഇതുപോലത്തെ ലുട്ടിലുടുക്ക് പരിപാടികളൊക്കെ ഉപേക്ഷിക്കുന്നതാണ് വളരെ നല്ലത്.